ഹലോ അസ്സാം വലൈക്കും. ഇതെവിടെയെന്ന് വെച്ചാൽ നമ്മളെ വീടിൻ്റെ നേരെ താഴെയാണ് 100 മഹാലാഭമേളാന്ന്. അതായത് ഏതെടുത്താലും 100 അല്ലെങ്കിൽ 200. അതിൻ്റെ പുറമെ സമ്മാന കൂപ്പണുകളുണ്ട്. അങ്ങനെ അല്ലുകിളീൻ്റെ ഉമ്മാക്ക് ഇടുപ്പ് വേദന ആയതുകൊണ്ട് ഇറങ്ങാൻ പറ്റണില്ല. അപ്പം എന്നോട് പറഞ്ഞു ഒരു ചെരുപ്പ് എടുത്ത് കൊടുക്കുമെന്ന്. അങ്ങനെ അവളുടെ കയ്യിൽ നിന്ന് പൈസയും വാങ്ങിയിട്ട് ഇവൾക്ക് ചെരുപ്പ് എടുത്ത് കൊടുക്കാൻ നിൽക്കുക. ശരിക്കും പറഞ്ഞ അവളുടെ പേര് മറിയം എന്നാണ്. കിങ്ങിണിയെന്നാണ് വിളിക്കുക, ഞാൻ അല്ലുക്കിളിയെന്ന് വിളിക്കും. അങ്ങനെ കിങ്ങിണി ഓരോ ചെരുപ്പിട്ട് നോക്കുന്നുണ്ട്. അല്ലുക്കിളിയാണ് ശരിക്കും പറഞ്ഞാൽ എനിക്കിത്. ഭയങ്കര തിരക്കാണ് കേട്ടോ ഇവിടെ. ചെരുപ്പ് മാത്രമല്ല എല്ലാ സംഭവങ്ങളും, അതായത് സ്പൂണ് തൊട്ടിട്ട് എന്താണെന്നറിയാം, എന്താ പഴമക്കാർ പറയണ മാതിരി ആനത്തല അറിയില്ലേ, അങ്ങനെ വേണമെങ്കിൽ പറയാം. അത്രയും സാധനങ്ങളാണ് കേട്ടോ. ഈ കിളിക്കുട്ടി ചോപ്പ്, റോസ്, മഞ്ഞ, പച്ചാന്ന് പറയണ മാതിരി ഓരോ ചെരുപ്പിട്ട് നോക്കുന്നു. പിന്നെ ഇവിടെ എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരാളെയും വെറുതെ വിടൂല. എല്ലാവരോടും കുശലം അന്വേഷിച്ചിട്ടും പിന്നെ വിശേഷങ്ങൾ ചോദിച്ചിട്ടും വീട്ടിൽ ആരൊക്കെ ഉണ്ടെന്ന് ചോദിച്ചിട്ടും അത് കാരണം എല്ലാവർക്കും അവളെ ഭയങ്കര ഇഷ്ടം. പക്ഷെ ഭയങ്കര കുറുമ്പ് കുറച്ച് കൂടുതലാണ് അവൾക്ക്. അപ്പോൾ നാളെ സ്കൂളാണ്, ഇവളുടെ ചെരുപ്പ് പൊട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇവൾ എനിക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരികയാണ്. പിന്നെ ഒരു ബ്ലാക്ക് ചെരുപ്പ് ഇവൾക്ക് കണ്ടിട്ടുണ്ട്, അതാ ഇട്ട് നോക്കണം. ഈ ബ്ലാക്ക് ചെരുപ്പാണെങ്കിൽ സ്കൂളിലേക്കും നല്ലതാണ്, പിന്നെ വീട്ടിലിടാനും നല്ലതാണ്, ഫംഗ്ഷന് പോകുമ്പോഴും നല്ലതാണെന്ന്. അതായത് ഇവൾക്ക് ഇഷ്ടമായത് ഈ ചെരുപ്പാണെന്ന് അതിൻ്റെ അർത്ഥം. മഞ്ഞയും പച്ചയും ചുവപ്പും റോസൊക്കെ നോക്കി നോക്കി ഇട്ട് നോക്കി, പക്ഷേ അതൊന്നും അല്ല, ആൾക്ക് വേണ്ടത് ഈ ബ്ലാക്കാണ്. അങ്ങനെ ആ ചെരുപ്പ് മതി പറഞ്ഞിട്ട് അത് കയ്യിൽ പിടിച്ചു. അത് കഴിഞ്ഞിട്ട് ഇതുണ്ടോ, ചെരുപ്പിൻ്റെ സെക്ഷൻ തന്നെ ഉണ്ട് ഒരു 2-3 ഭാഗത്ത്. അത് കഴിഞ്ഞിട്ട് വീട്ടിലേക്കുള്ള എല്ലാ സാധനങ്ങളും, എന്താ പറയുക, ഭരണിയൊക്കെ കണ്ടില്ലേ, ഈ ജാർ ഭരണി, കുഞ്ഞതുണ്ട് വലുതുണ്ട്. ഓരോന്നിനും ഓരോന്നിൻ്റേതായിട്ടുള്ള വിലകൾ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ വെറും ചെരുപ്പെടുക്കാനാണ് വന്നത്. പിന്നെ ഇവിടെ ഒരു മൈലാഞ്ചിയും ഒരു സ്ലൈഡും കുറച്ച് മുടിപ്പിന്നുകളൊക്കെ എടുത്തു. അത് കഴിഞ്ഞിട്ട് ബാക്കി പൈസക്ക് ധൃതി പിടിച്ച് ബാക്കി പൈസയ്ക്ക് ഇവൾ തന്നെ വാങ്ങി. സ്വർണ്ണ കോയിൻ സമ്മാനം നേടുന്നുള്ള കൂപ്പണൊക്കെ വാങ്ങി അതിൽ പൂരിപ്പിച്ചിട്ട് നമ്മളതിലിട്ട് പിന്നെ തിരിച്ച് വീട്ടിൽ പോവുകയാണ്. അപ്പോൾ ഓക്കെ, ടാറ്റ ബൈ ബൈ, സീ യു, ടാറ്റ.